സൂപ്പർ സ്റ്റാർ രജനീകാന്തിന്റെ കോളിവുഡിലെ അടുത്ത സെൻസേഷൻ ആകാൻ കെൽപ്പുള്ള ചിത്രമാണ് കൂലി. ലോകേഷ് കനകരാജിന്റെ സംവിധാനത്തിലും അനിരുദ്ധിന്റെ മ്യൂസിക്കിലും എത്തുന്ന ചിത്രം കോളിവുഡിലെ ഈ വർഷത്തെ ഏറ്റവും വലിയ പ്രതീക്ഷയുള്ള സിനിമകളിൽ ഒന്നാണ്. തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി, മലയാളം എന്നീ ഭാഷകളിലായാണ് സിനിമ എത്തുന്നത്. ഇപ്പോഴിതാ സിനിമയുടെ തെലുങ്ക് വിതരണാവകാശം റെക്കോർഡ് തുകയ്ക്കാണ് വിറ്റുപോകാൻ ഒരുങ്ങുന്നത്. വേദാക്ഷര മൂവീസിന്റെ ബാനറാണ് ചിത്രത്തിന്റെ തെലുങ്ക് റൈറ്റ്സിനായി മുന്നിൽ നിൽക്കുന്നത്. 46 കോടിയാണ് നിലവിൽ ഇവർ വിതരണത്തിനായി മുന്നോട്ട് വെക്കുന്നത്. ചിത്രത്തിൽ നാഗാർജുനയും ഒരു പ്രധാന വേഷത്തിലെത്തുന്നുണ്ട്. ഇതാണ് കൂലിയുടെ തെലുങ്കിൽ സിനിമയ്ക്ക് ഹൈപ്പ് വർദ്ധിക്കാനുള്ള പ്രധാന കാരണങ്ങളിലൊന്ന്. 46 കോടി വിതരണാവകാശം വാങ്ങുമ്പോൾ ചിത്രം തെലുങ്കിൽ 100 കോടിക്ക് മുകളിലെങ്കിലും കളക്ഷൻ നേടണം, അല്ലെങ്കിൽ വൻ നഷ്ടമായിരിക്കും ഉണ്ടാവുക. എന്നാൽ സിനിമയുടെ തെലുങ്ക് റൈറ്റ്സ് 60 കോടി രൂപയ്ക്ക് നാഗാർജുനയുടെ ബാനറായ അന്നപൂർണ സ്റ്റുഡിയോ സ്വന്തമാക്കിയെന്നും റിപ്പോർട്ടുകളുണ്ട്. ചിത്രം റിലീസാകാൻ ഇനിയും 1 മാസത്തിനു മുകളിൽ സമയമിരിക്കെ ഓവർസീസ് വിതരണാവകാശം ഇപ്പോൾ വിറ്റുപോയിരിക്കുന്ന വിവരങ്ങളാണ് അണിയറ പ്രവർത്തകർ പങ്കുവച്ചത്. ഏകദേശം 81 കോടി രൂപയ്ക്കാണ് കൂലി ഓവർസീസ് വിതരണാവകാശം വിറ്റുപോയതുള്ള റിപ്പോർട്ടുകൾ വരുന്നത്. രജനീകാന്തും ലോകേഷ് കനകരാജും ആദ്യമായി ഒന്നിക്കുന്ന ചിത്രമാണിത്. ചിത്രം ആഗസ്റ്റ് 14 തിയേറ്ററുകളിൽ എത്തുന്നത്.